എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ കരാർ നിയമത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. പ്ലെഡ്ജ് അഥവാ പണയം. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു വായ്പക്കായി എന്തെങ്കിലും ഈടായി നൽകിയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്നാലോചിച്ചു നോക്കൂ, നമ്മളിൽ മിക്കവരും ഒരു സ്വർണ്ണപ്പണയ വായ്പയെങ്കിലും എടുത്തിട്ടുണ്ടാകും, അല്ലേ? നമ്മുടെ സ്വർണം ഒരു ബാങ്കിന് കൊടുത്ത് പണം വാങ്ങുന്നു. വളരെ സാധാരണമായ ഒരു ഇടപാട്. എന്നാൽ ഈ ഇടപാടിന് നിയമത്തിലൊരു പ്രത്യേക പേരും കൃത്യമായ നിയമങ്ങളുമൊക്കെ ഉണ്ടെന്ന് എത്ര പേർക്കറിയാം? നമുക്ക് അതിലേക്കാണ് പോകുന്നത്. അപ്പോ നിയമപരമായി ഈ ഇടപാടിനെയാണ് പ്ലെഡ്ജ് എന്ന് പറയുന്നത്. ഇന്ത്യൻ കരാർ നിയമത്തിലെ പ്രത്യേകം ശ്രദ്ധിക്കുക, സെക്ഷൻ 172 ഇതിന് നിർവചിക്കുന്നത്. ഒരു കടം വീട്ടാനോ അല്ലെങ്കിൽ ഒരു വാഗ്ദാനം പാലിക്കാനോ ഉള്ള ഉറപ്പിന്മേൽ ഒരു വസ്തു കൈമാറ്റം ചെയ്യുന്നതിനെയാണ് പണയം എന്ന് പറയുന്നത്. ഇത് വെറുമൊരു കൈമാറ്റമല്ല, ഇതിന് നിയമത്തിന്റെ കൃത്യമായ ചട്ടക്കൂടുകളുണ്ട്. ശരി, അപ്പോ ആരാണീ പണയം വെക്കലിലെ പ്രധാനികൾ? ഒരു പണയം നിയമപരമായി ശരിയാവണമെങ്കിൽ അല്ലെങ്കിൽ വാലിഡ് ആവണമെങ്കിൽ എന്തൊക്കെ വ്യവസ്ഥകളാണ് പാലിക്കേണ്ടത്? നമുക്കതൊന്ന് വിശദമായിട്ട് നോക്കാം. ഈ ഇടപാടിൽ പ്രധാനമായും 2 കൂട്ടരാണുള്ളത്. ഒന്നാമത്തെയാൾ പാണ. ആരാണോ തന്റെ വസ്തു ഈടായി നൽകുന്നത്, അതായത് വായ്പ എടുക്കുന്ന നമ്മൾ. രണ്ടാമത്തെയാൾ പോണി. ആർക്കാണോ ആ വസ്തു ഈടായി കിട്ടുന്നത്, അതായത് വായ്പ തരുന്ന ബാങ്കോ അല്ലെങ്കിൽ വ്യക്തിയോ. അപ്പോൾ നിങ്ങൾ ബാങ്കിൽ സ്വർണം വെക്കുമ്പോൾ നിങ്ങൾ പോണറും ബാങ്ക് പോണിയുമാണ്. സിമ്പിൾ. ഒരു പണയം നിയമപ്രകാരം ശരിയാവണമെങ്കിൽ ഈ 4 കാര്യങ്ങൾ നിർബന്ധമായും ഉണ്ടായിരിക്കണം. 1. വസ്തുവിന്റെ കൈവശാവകാശം കൈമാറിയിരിക്കണം. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കൈവശാവകാശം, അതായത് പൊസിഷൻ മാത്രമാണ് കൈമാറുന്നത്. ഓണർഷിപ്പ് അഥവാ ഉടമസ്ഥാവകാശം പോണോറിന് തന്നെയായിരിക്കും. 2. ഈ കൈമാറ്റം ഒരു കടത്തിന് സെക്യൂരിറ്റി ആയിട്ടായിരിക്കണം. മൂന്നാമത്തേത്, ഇളക്കാൻ പറ്റുന്ന വസ്തുക്കൾ, അതായത് മൂവബിൾ പ്രോപ്പർട്ടി മാത്രമേ പണയം വയ്ക്കാൻ പറ്റൂ. അതായത് ഒരു വീടോ സ്ഥലമോ ഈ നിയമപ്രകാരം പണയം വയ്ക്കാൻ സാധിക്കില്ല. അവസാനത്തേതും പ്രധാനപ്പെട്ടതുമായ കാര്യം, കടം വീട്ടിക്കഴിയുമ്പോൾ ആ വസ്തു തിരികെ നൽകും എന്നൊരു വ്യവസ്ഥയുണ്ടായിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. ഈ ഇടപാടിൽ ഏർപ്പെടുന്ന പോണറിനും പോണിക്കും നിയമം ചില അവകാശങ്ങൾ കൊടുക്കുന്നുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ആദ്യം നമുക്ക് വായ്പ നൽകുന്ന പോണിയുടെ അവകാശങ്ങൾ നോക്കാം. കടവും പലിശയും അതുപോലെ ആ വസ്തു സൂക്ഷിക്കാൻ വന്ന ചെലവുകളും പൂർണ്ണമായി അടച്ചു തീരുന്നതുവരെ പണയവസ്തു കൈവശം വയ്ക്കാൻ പോണിക്ക് അവകാശമുണ്ട്. ഇതിനാണ് റൈറ്റ് ടു റീറ്റെയിൻ എന്ന് പറയുന്നത്. ഇനി ആ വസ്തുവിനെ സംരക്ഷിക്കാൻ എന്തെങ്കിലും അസാധാരണമായ ചെലവ് വന്നാൽ അത് പോണറിൽ നിന്ന് ഈടാക്കാം. കടം തിരിച്ചടച്ചില്ലെങ്കിൽ വസ്തു കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ കേസ് കൊടുക്കാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം, ഒരുപക്ഷെ ഏറ്റവും പവർഫുള്ളായ അവകാശം, വായ്പ തിരിച്ചടച്ചില്ലെങ്കിൽ ആ വസ്തു വിൽക്കാമെന്നതാണ്. പക്ഷേ ഇവിടെയാണ് നിയമത്തിലെ ഏറ്റവും നിർണായകമായൊരു പോയിന്റ് വരുന്നത്. വെറുതെ അങ്ങ് എടുത്തു വിൽക്കാൻ പറ്റില്ല. ഇന്ത്യൻ കരാർ നിയമത്തിലെ സെക്ഷൻ 176 വളരെ വ്യക്തമായി പറയുന്നുണ്ട്, വസ്തു വിൽക്കുന്നതിന് മുൻപ് പോണോറിന് ന്യായമായൊരു നോട്ടീസ്, അതായത് ഒരു റീസണബിൾ നോട്ടീസ് കൊടുത്തിരിക്കണം. ഈ നോട്ടീസ് ഇല്ലാതെ നടത്തുന്ന വിൽപ്പനയ്ക്ക് നിയമസാധുതയില്ല. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇനി നമുക്ക് മറുവശം നോക്കാം. വായ്പയെടുത്ത പോണോറിന്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ ഏറ്റവും ശക്തമായ ഒന്നാണ് റൈറ്റ് ടു റിഡീം. സെക്ഷൻ 177 പ്രകാരം പോണി ആ വസ്തു വിൽക്കുന്നതിന് തൊട്ടുമുൻപ് വരെ ഏത് നിമിഷം വേണമെങ്കിലും കടവും പലിശയും അടച്ചു തീർത്താൽ ആ വസ്തു തിരിച്ചെടുക്കാൻ പോണോറിന് അവകാശമുണ്ട്. ഇത് വളരെ ശക്തമായ ഒരു അവകാശമാണ്. അതുപോലെ പണയം വെച്ച വസ്തുവിൽ നിന്ന് എന്തെങ്കിലും ലാഭമോ വർധനവോ ഉണ്ടായാൽ, ഉദാഹരണത്തിന് ഷെയറുകൾക്ക് ബോണസ് ഷെയർ കിട്ടിയാൽ, അതും പോണോറിന് അവകാശപ്പെട്ടതാണ്. അപ്പോ അവകാശങ്ങൾ മാത്രമല്ല, 2 കൂട്ടർക്കും ചില കടമകളുമുണ്ടല്ലേ? എന്തൊക്കെയാണ് ഓരോരുത്തരും നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ? നമുക്ക് നോക്കാം. പോണിയുടെ കാര്യം എടുത്താൽ അവരുടെ പ്രധാന കടമ പണയമായി കിട്ടിയ വസ്തു സ്വന്തം വസ്തു പോലെ ശ്രദ്ധയോടെ സൂക്ഷിക്കുക എന്നതാണ്. അത് അനധികൃതമായി ഉപയോഗിക്കാൻ പാടില്ല. കടം മുഴുവൻ തിരിച്ചടച്ചാൽ ഒരു താമസവും കൂടാതെ വസ്തുവും അതിൽ നിന്നുണ്ടായ വർധനവും തിരികെ കൊടുക്കണം. മറുവശത്ത് പോണോറിന്റെ പ്രധാന കടമ എന്തായിരിക്കും? വളരെ ലളിതമാണ്. എടുത്ത വായ്പയും പലിശയും കൃത്യസമയത്ത് തിരിച്ചടയ്ക്കുക. അതുപോലെ പോണിക്ക് വന്ന അസാധാരണ ചിലവുകൾ നൽകുക. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ചോദ്യം. ഒരു വസ്തുവിന്റെ യഥാർത്ഥ ഉടമസ്ഥനല്ലാത്തൊരാൾക്കത് പണയം വെക്കാൻ പറ്റുമോ? സാധാരണഗതിയിൽ അത് നടക്കില്ല. കാരണം ഉടമസ്ഥനല്ലേ അതിന് അവകാശമുള്ളൂ.
പക്ഷേ നിയമം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇതിന് ഇളവുകൾ നൽകുന്നുണ്ട്. അതേതൊക്കെയാണെന്ന് നോക്കാം. ഈ കാണുന്ന ചില പ്രത്യേക സാഹചര്യങ്ങളിൽ യഥാർത്ഥ ഉടമ അല്ലെങ്കിൽ പോലും പണയം സാധുവാകും. ഉദാഹരണത്തിന്, ഒരു വ്യാപാര ഏജന്റിനോ അല്ലെങ്കിൽ അസാധുവാക്കാവുന്ന ഒരു ടൈറ്റിലിൽ വസ്തു കൈവശം വെക്കുന്ന ആൾക്കോ പണയം വയ്ക്കാം. ഇവിടെയെല്ലാം നിയമം നോക്കുന്ന ഒരൊറ്റ കാര്യമുണ്ട്: പണം കൊടുത്ത പോണി ഒരു ചതിയും അറിയാതെ നല്ല ഉദ്ദേശത്തോടെ, അതായത് ഇൻ ഗുഡ് ഫെയ്ത്ത് ആണോ പ്രവർത്തിച്ചതെന്ന്. ആണെങ്കിൽ നിയമം ആ നിരപരാധിയായ പോണിയെ സംരക്ഷിക്കും. ശരി, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ചിലപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകാം. അതുകൊണ്ട് പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി നമുക്കിതെല്ലാം ഒന്ന് ചുരുക്കി പറയാം. ഓർക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇവയാണ്. 1. പണയമെന്ന് പറഞ്ഞാൽ ഉടമസ്ഥാവകാശത്തിന്റെ കൈമാറ്റമല്ല, കൈവശാവകാശത്തിന്റെ മാത്രം കൈമാറ്റമാണ്. അത് പറയുന്നത് സെക്ഷൻ 722. 2. കടം വാങ്ങുന്നയാൾ പോണോർ, കൊടുക്കുന്നയാൾ പോണി. 3. പോണിയുടെ ഏറ്റവും വലിയ അവകാശം പണം കിട്ടിയില്ലെങ്കിൽ വസ്തു വിൽക്കാം എന്നതാണ്. പക്ഷെ സെക്ഷൻ 176 അനുസരിച്ച് നോട്ടീസ് നിർബന്ധമാണ്. 4. പോണോറിന്റെ ഏറ്റവും വലിയ അവകാശം വിൽക്കുന്നതിന് മുൻപ് എപ്പോൾ വേണമെങ്കിലും കടം തീർത്ത് വസ്തു തിരിച്ചെടുക്കാമെന്നതാണ്. അത് സെക്ഷൻ 177 ഉറപ്പു നൽകുന്നു. ഈ അവകാശങ്ങളും കടമകളും രണ്ടുപേരുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനാണ്. അപ്പോൾ പണയം എന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങളൊരു ലോൺ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുമ്പോഴോ ഈ നിയമപരമായ കാര്യങ്ങൾ ഓർമ്മയിലുണ്ടാകും. നിങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും ഒരു ശക്തിയാണ്, അല്ലേ? ഈ അറിവ് നിങ്ങളെ സാമ്പത്തിക ഇടപാടുകളിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് തീർച്ചയായും ഒന്ന് ചിന്തിച്ചു നോക്കുക.